ഫൈസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഉണ്ടായ ദുരന്തം നമ്മൾ മറന്നിട്ടില്ല. മുണ്ടക്കൈ ചൂരമല ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ അപകടം നടന്ന ഈ പ്രദേശം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത്. കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ശക്തമായ മഴ അവിടെ പെയ്തിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരാളെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇനി ഇയാൾ നിർമ്മാണ തൊഴിലാളിയായിരുന്നോ അല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരുന്നോ സമീപവാസികൾ ആരെങ്കിലും ആയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും നമുക്കൊരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒപ്പം കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. നാട്ടുകാർ സംഭവ സ്ഥലത്തുണ്ട്. ഫയർഫോഴ്സ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. NDRF സംഘത്തോട് അങ്ങോട്ടേക്ക് പോകാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദുരന്തം നടന്ന പഞ്ചായത്തിലെ സെക്രട്ടറി സാജു, പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ ചേരുന്നുണ്ട് നമ്മളോട് സംസാരിക്കാൻ. സാജു, അവിടുത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ നമുക്ക് കിട്ടിയ ദൃശ്യം പ്രകാരമാണെങ്കിൽ ഒരാളെ പുറത്തെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ. എന്താണ് അപകടത്തിന്റെ വ്യാപ്തി? അത് എത്രത്തോളം ഉണ്ട്? അവിടെ നമുക്ക് ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കം ചെയ്ത മണ്ണ് അവിടെ കൂട്ടി വെച്ചിരുന്നു. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ, മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ട് ചേർന്ന് ഒരു സംയുക്ത പരിശോധന നടത്തി. അപ്പൊ അത് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തതായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ രാത്രി നല്ല കനത്ത മഴയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ മഴയിൽ അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് മുഴുവനും ഇടിച്ച് താഴേക്ക് ആ റൂട്ടിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ആ ഭാഗത്ത്. പിന്നെ ഈ മണ്ണിനടിയിൽ അവരുടെ തൊഴിലാളികൾ 3-4 പേര് കുടുങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോ കിട്ടിയ വിവരം. അതിൽ ഒരാളിപ്പോ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ രക്ഷാപ്രവർത്തനം വലിയ പ്രയാസമാണ് അവിടെ ഈ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത്. കാരണം അതിന്റെ മറുവശത്താണ് JCB മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ 3 പേർ, അപ്പോൾ 4 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു, 3 പേർ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയാണോ? രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം കിട്ടിയാളെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടുന്ന് CPR കൊടുക്കാൻ മാത്രമേ കഴിയായിരുന്നു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഇപ്പൊ നമ്മൾ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പേര് നിർമ്മാണ തൊഴിലാളികളാണ് അല്ലേ? അതെ, അവരുടെ തുരങ്കപാതയുടെ നിർമ്മാണ തൊഴിലാളികളാണ്. അതായത് നിർമ്മാണത്തിനായി എടുത്ത മണ്ണ്, കൂട്ടിയിട്ട മണ്ണിടിഞ്ഞാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. കനത്ത മഴയിൽ ഈ മണ്ണ് കുതിർന്ന് താഴേക്ക് ഇടിഞ്ഞു പോകുന്നതാണ്. പ്രദേശവാസികൾ ആരെങ്കിലും ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം, ഇങ്ങനെ ഒരു കനത്ത മഴയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ജാഗ്രതാ നിർദ്ദേശം എന്തെങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെ മഴ കനത്തോടുകൂടി തന്നെ അവരോട് പറഞ്ഞിരുന്നു നിർമ്മാണ പ്രവർത്തികൾ തൽക്കാലം നിർത്തിവെക്കാനും അതുപോലെ അവിടെയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനും വേണ്ടി നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ അപ്പോഴും പണി നടക്കുകയായിരുന്നു. അതെ. ശരി, നന്ദി സാജു പ്രതികരിച്ചു. ഏതായാലും അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ 4 തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. മറ്റു 3 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി എടുത്ത മണ്ണ് അത് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ടില്ല. അവിടെ നിന്ന് ആ മണ്ണാണ് ഇടിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയത് എന്നാണ്